മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 22. എന്നെ ഒന്നുകൂടി കെട്ടിപ്പിടിക്കുമ്പോൾ നന്ദേട്ട. അവളുടെ കരച്ചിൽ ചീളുകൾക്കൊപ്പം വാക്കുകൾ ചിതറി വീണു. നന്ദൻ ഒരുപാട് നിമിഷം അങ്ങനെ നിന്നു. കണ്ണുകളിൽ പ്രണയം നിറച്ച് അപ്പുവിനെ ചേർത്ത് പിടിച്ചു. ഈ ജന്മം നന്ദേട്ടൻ വിട്ടുകൊടുക്കുകയാണ് എൻ്റെ പ്രണയത്തെ. അടുത്ത ജന്മം എനിക്ക് വേണ്ടി മാത്രം എൻ്റെ മോൾ കാത്തിരിക്കണം. അന്ന് ഒരു കടപ്പാടിൻ്റെ പേരിലും ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊള്ളാം. നന്ദൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അപ്പുവിൻ്റെ നെറ്റിയിൽ വീണ് ചിതറി. അവനെ എത്ര ഇറുകെ പുണർന്നിട്ടും മതിയാകാത്തതുപോലെ അവൾ നിന്നു. കാലുകളിൽ ഉയർന്ന് അവൻ്റെ മുഖം നിറയെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. കണ്ണുനീരിൽ കുതിർന്ന ചുംബനങ്ങൾ അപ്പു അവനായി നൽകി. ഇടയ്ക്കൊക്കെ പദം പറഞ്ഞ് കരഞ്ഞും നന്ദൻ്റെ മാറിൽ തല്ലിയും അവളുടെ സങ്കടം പെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ്റെ ചുണ്ടുകളിൽ അവൾ മതിവരുവോളം ചുംബിച്ചു. അവളുടെ സങ്കടപ്പുഴ അവൻ്റെ ചുണ്ടുകളിൽ മുറിവായി വീഴ്ത്തി അവൾ. നന്ദൻ അവളെ ഇറുകെ പുണർന്നു. ചെറിയ ചാറ്റൽ മഴ ഇരുവരെയും നനച്ച് കടന്നുപോയി. അവരുടെ പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, നഷ്ടപ്പെടലിൻ്റെ ഓർമ്മ പോലെ. അപ്പുവിൻ്റെ ഏങ്ങലടികളൊന്ന് കുറഞ്ഞപ്പോൾ നന്ദൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അമ്മയുടെ മാറിൽ നിന്നും അടർത്തി മാറ്റിയ കുഞ്ഞിനെ പോലെ അവൾ നന്ദനെ വിട്ടുമാറാതെ അവനോട് ചേർന്ന് തന്നെ നിന്നു. നന്ദൻ അവളെയും ചേർത്ത് പിടിച്ചു. പാൻസിൽ നിന്നും ചെറിയൊരു ബോക്സ് എടുത്ത് അതിൽ നിന്നൊരു റിങ് പുറത്തേക്കെടുത്തു. ഹാർട്ട് ഷേപ്പിൽ നിറയെ കല്ലുകൾ പതിച്ച റിങ് അവളുടെ വിരലിൽ അണിയിച്ചു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് മോളുടെ കയ്യിൽ കിടക്കട്ടെ. എൻ്റെ നന്ദേട്ടനെ ഓർക്കാൻ അപ്പുവിന് ഈ മോതിരത്തിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ ഹൃദയത്തുടുപ്പിൽ, എൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്ന് പോയില്ലേ? ശരീരം കൊണ്ട് ഒന്നായില്ലെങ്കിലും പോലും മനസ്സുകൊണ്ട് നമ്മൾ ഒന്നായതല്ലേ? എൻ്റേതല്ലെന്ന് കരുതാൻ വയ്യ എനിക്ക്. മറ്റൊരാൾക്ക് മുന്നിൽ കഴുത്ത് കുനിച്ചു കൊടുക്കാൻ അപ്പുവിനെ ഒന്ന് കൊന്നു തരുമോ നന്ദേട്ട? കഴിയുന്നില്ല. നന്ദേട്ടൻ്റെ അപ്പുവല്ലേ? അവൾ അവൻ്റെ ഷർട്ടിൽ വലിച്ചു പിടിച്ച് കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ആർക്കും ഭാരമാകാതെ ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചോട്ടെ നന്ദേട്ട. നന്ദൻ ഞെട്ടിപ്പിടഞ്ഞുപോയി അപ്പുവിൻ്റെ വാക്കുകളിൽ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവുമോ അപ്പു? നിനക്ക് മുൻപ് എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കില്ലേ? നന്ദൻ തൻ്റെ വലത് കൈ നീട്ടിപ്പിടിച്ചു. അപ്പു അവനെ നോക്കി. എനിക്ക് വാക്കുതാ അപ്പു. ഒരു സാഹചര്യത്തിലും നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന തീരുമാനത്തിൽ എത്തിച്ചേരില്ലെന്ന് എനിക്ക് വാക്ക് തരാൻ. അപ്പു വെങ്ങി പൊട്ടിക്കൊണ്ട് നന്ദൻ്റെ കൈകളിൽ കൈ ചേർത്തു. ഒരിക്കലും, ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കില്ല. ഇത് അപ്പു നന്ദേട്ടന് തരുന്ന വാക്കാണ്. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. അപ്പു ഇനി മാഷിനെ കാണാൻ വരരുത്. അച്ഛൻ പറയുന്ന പോലെ അനുസരിക്കണം. ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും വാശി പിടിക്കരുത്. ഓരോ വാക്കുകൾ പറയുമ്പോഴും തൊണ്ടയിടറിപ്പോകാതിരിക്കാൻ നന്ദൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് അപ്പുവിന് നന്നായി തിരിച്ചറിയാൻ പറ്റുകയും ചെയ്തു. ഇനി ആ ഫോണിലേക്ക് മാഷ് നിന്നെ ഒരിക്കലും വിളിക്കില്ല. അത് തിരികെ വേണ്ട. നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നേരം ഒരുപാടായപ്പോ പൊയ്ക്കോ. മാഷിന് ഒരുപാട് വിഷമമുണ്ട് അപ്പുവിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്തതിൽ. പുനർജനി നൂടൽ അപ്പു ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും ഭർത്താവിനോടൊപ്പം പോയി സാധിപ്പിക്കണം കേട്ടോ. ഇനിയും നിൽക്കണ്ട, പൊയ്ക്കോ. നിറഞ്ഞു വന്ന കണ്ണുകൾ ഒന്നുകൂടി അമർത്തി തുടച്ചു അപ്പു. നന്ദൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചിരുന്ന അവളുടെ കൈ നന്ദൻ പതിയെ വിടുവിച്ചു. അപ്പുവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ തിങ്ങി കാഴ്ചയെ മറച്ചു. പിന്തിരിഞ്ഞോടുന്ന പെണ്ണിനെ നോവോടുകൂടി നന്ദൻ നോക്കി നിന്നു. കോവിലിൽ നിന്ന് താഴേക്കിറങ്ങി ചെല്ലുമ്പോഴേക്കും അവളെയും കാത്ത് അനീഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അപ്പു അനീഷിൻ്റെ മാറിലേക്ക് വീണു. അവളൊരു ഭ്രാന്തിയെപ്പോലെ അലറി കരഞ്ഞു. കഴിഞ്ഞു ഏട്ടാ, എല്ലാം കഴിഞ്ഞു. മാഷ് പറഞ്ഞു അച്ഛൻ പറയുന്ന വിവാഹത്തിന് സമ്മതിക്കാൻ. അപ്പുവിനെ വേണ്ടെന്ന്. അപ്പുവിൻ്റെ എല്ലാ സന്തോഷവും കഴിഞ്ഞു. വിവാഹത്തിന് സമ്മതിക്കാൻ പറഞ്ഞു മാഷ്. എൻ്റെ നന്ദേട്ടൻ എന്നെ പറഞ്ഞു പൂർത്തിയാക്കുന്ന മുമ്പേ അപ്പു ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണു. അനീഷ് അവളെയും വാരിയെടുത്ത് അവിടെ തറഞ്ഞു നിന്നു. നനഞ്ഞൊലിച്ച് കൈകളിൽ അപ്പുവിനെയും വാരിയെടുത്ത് കൊണ്ടുവരുന്ന അനീഷിനെ കണ്ടപ്പോഴേക്കും രാധയുടെ നെഞ്ചിൽ ഒരിടി വെട്ടി. അനീഷ് അപ്പുവിനെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. വാടിയ ചേമ്പിൻ തണ്ട് പോലെ കിടക്കുന്ന മകളെ കണ്ടപ്പോഴേക്കും രാധയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ വേഗം അപ്പുവിൻ്റെ അടുത്തേക്കിരുന്ന് കവിളുകളിൽ തട്ടി വിളിച്ചു. അവരുടെ കരച്ചിൽ കണ്ടപ്പോഴേക്കും അനീഷിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ അമ്മേ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് കരയുന്നത്?
അവൾ ചങ്ക് പറിച്ചു കൊടുത്തിട്ട് വന്ന് കിടക്കുകയാണ്. കണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എല്ലാവരും കൂടി അവളുടെ സന്തോഷത്തെ അവളിൽ നിന്ന് എടുത്തു മാറ്റിയില്ലേ? ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവളെ വിവാഹം കഴിപ്പിച്ചയക്കാമല്ലോ. എൻ്റെ അപ്പൂനെ കൊന്നു കളഞ്ഞേക്കമ്മേ, ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാതെ. അനീഷ് അത് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈകുന്നേരം രഘു വന്നപ്പോഴും രാധ അപ്പുവിനെക്കുറിച്ചുള്ള ഒരു കാര്യവും സംസാരിക്കാൻ മുതിർന്നില്ല. രഘു തന്നെയാണ് സംസാരത്തിന് തുടക്കമിട്ടത്. രാജശേഖരൻ സാർ വിളിച്ചിരുന്നു. അവർ ഞായറാഴ്ച വരുന്നുണ്ട് അപ്പുവിനെ പെണ്ണ് കാണാൻ. നീ എന്തായാലും സോമനെയും ബാക്കിയുള്ളവരെയും ഒക്കെ വിളിച്ചറിയിച്ചേക്കേ. ലോക്കറിലിരിക്കുന്ന അപ്പുവിൻ്റെ ആഭരണങ്ങൾ കൂടി എടുത്തു വയ്ക്ക്. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. ഞായറാഴ്ച അവർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയാൽ നിശ്ചയമൊന്നും നടത്താൻ നിൽക്കണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പുവിൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എന്തായാലും വിവാഹം നടത്താം. പഠിത്തമൊക്കെ വിവാഹശേഷമായാലും നടക്കുമെന്നാണ് അവർ പറയുന്നത്. രഘു പറയുന്നതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ രാധ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. ഞാൻ ഈ കിടന്ന് നിലവിളിക്കുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ രാധേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ എൻ്റെ അഭിപ്രായത്തിനനുസരിച്ചല്ലല്ലോ രഘുവേട്ട കാര്യങ്ങളൊന്നും നടക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് തന്നെ എല്ലാം നടത്തിയാൽ മതി. എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ്. അത്രയും പറഞ്ഞുകൊണ്ട് രാധ അരിശത്തിൽ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അകത്തെ മുറിയിൽ നിന്ന് ഇതെല്ലാം അപ്പു കേൾക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിയ അവൾക്ക് കരയുവാൻ പോലും വയ്യായിരുന്നു. നന്ദൻ നൽകിയ മൊബൈലെടുത്ത് വാട്സാപ്പിൽ അവൾ വാൾപേപ്പറിൽ മുഖമമർത്തി അങ്ങനെ കിടന്നു. രാവിലെ പതിവ് സമയം കഴിഞ്ഞും നന്ദൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. രഘു നന്ദനെ വന്ന് കണ്ട കാര്യവും അപ്പുവിനോട് സംസാരിക്കാൻ പോകുന്നതുമൊക്കെ അച്ഛനോട് നേരത്തെ പറഞ്ഞിരുന്നു. അച്ഛനും മകനും എന്നതിലുപരി നല്ല സുഹൃത്തുക്കൾ തന്നെ ആയിരുന്നു നന്ദനും ഭാർഗവനും തമ്മിൽ. തലേ ദിവസം മഴ നനഞ്ഞു കുതിർന്നു കയറി വരുന്ന മകനെ കണ്ടപ്പോൾ അയാളുടെ ഹൃദയം വല്ലാതെ നൊന്തു. മഴത്തുള്ളികൾക്കൊപ്പം ഒലിച്ചിറങ്ങുന്ന അവൻ്റെ കണ്ണുനീർ തുള്ളികളെ ആ അച്ഛൻ വേദനയോടുകൂടി നോക്കി. മുറിയിലേക്ക് കയറിപ്പോകുന്ന മകനെ കണ്ട് ആ പിതാവിൻ്റെ ഹൃദയം തകർന്നു നിന്നു. പതിവ് സമയമായിട്ടും നന്ദൻ്റെ ഒരു വിളിയോ മെസ്സേജോ കാണാനില്ല. വിഷ്ണു നന്ദനെ വിളിച്ചു. 1-2 തവണ മൊബൈൽ റിങ് അടിച്ച് കട്ടായി. വീണ്ടും റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും നന്ദൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താടാ, എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? നീ ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ലേ? ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നീ എന്നോടത് പറഞ്ഞില്ലല്ലോ നന്ദ. എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു വിഷ്ണു. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. അവൻ്റെ മാനസിക സമ്മർദ്ദം മനസ്സിലാക്കിയ വിഷ്ണു പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. വിഷ്ണുവിന് എന്തുകൊണ്ടോ നന്ദനെ ഫേസ് ചെയ്യുവാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഈ ഒരു അവസ്ഥയിൽ വിഷ്ണുവേട്ടൻ നന്ദേട്ടൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ? ലക്ഷ്മിയുടെ ചോദ്യം കേട്ടപ്പോൾ വിഷ്ണു ദയനീയമായി അവളെ നോക്കി. ഞങ്ങൾ തമ്മിൽ കൂടപ്പിറപ്പുകളെ പോലെയാണ്. അവൻ അറിയാത്ത ഒരു രഹസ്യം എനിക്കോ ഞാൻ അറിയാത്ത ഒരു രഹസ്യം അവനുമില്ല. അവൻ അപ്പുവിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അവരെ രണ്ടുപേരെയും പോലെ പ്രണയിക്കാൻ ആർക്കും കഴിയില്ല ലക്ഷ്മി. അവളെ വെളിച്ചിറക്കി കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ അവൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഒരിക്കലും അവനത് ചെയ്യില്ല. കുടുംബ ബന്ധങ്ങൾക്ക് അത്രയേറെ വില കൽപ്പിക്കുന്നുണ്ട് നന്ദൻ. അപ്പുവിൻ്റെ അച്ഛൻ്റെ വാക്കുകളെ ധിക്കരിച്ച് അവൾ കൂടെ വന്നാൽ പോലും അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാകില്ല. ഇത്രയും പാടുപെട്ട് വളർത്തി വലുതാക്കിയ അച്ഛനെ മറികടന്ന് ഒന്നും ചെയ്യാൻ അവളെ അനുവദിക്കില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട അവൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും സംഭവിക്കില്ല. സ്നേഹിക്കുമ്പോൾ മാത്രമല്ലല്ലോ, വിട്ടുകൊടുക്കുമ്പോൾ കൂടി അത് പ്രണയമല്ലേ? എൻ്റെ നന്ദൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് അവൻ്റെ പ്രണയത്തെ. പക്ഷേ അവൻ്റെ തകർന്നുള്ള ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് കഴിയുന്നില്ല. അവന് ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ കൊള്ളാം. എന്നാലും വിഷ്ണുവേട്ടൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് നന്ദേട്ടന് സങ്കടമാവും. അച്ഛനും അമ്മയും മാറി മാറി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇതുവരെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരികയോ ഒന്നും കഴിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാണ് ലക്ഷ്മി അവനെ സമാധാനപ്പെടുത്തേണ്ടത്? നെറ്റി ഒഴിഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ ആ ചോദ്യം കേട്ടപ്പോഴേക്കും ലക്ഷ്മിക്കും മറുപടിയില്ലായിരുന്നു. അവരുടെ ബന്ധത്തിൻ്റെ ആഴം അത്രമാത്രം ലക്ഷ്മിക്കും അറിവുള്ളതായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ നന്ദന് കഴിഞ്ഞില്ല. ശ്വാസം വിലങ്ങുന്ന പോലെ അവന് തോന്നി. ഫോണിൽ അപ്പുവിൻ്റെ മുഖം കാണുന്തോറും അവന് സ്വയം നഷ്ടപ്പെട്ടു. കഴിയുന്നില്ല അപ്പു, എനിക്ക് നീയില്ലാതെ പറ്റില്ല. എൻ്റെ അല്ലേ, എൻ്റെ മാത്രമല്ലേ? എത്രയോ തവണ എൻ്റെ മാറിൽ ചേർന്ന് പറഞ്ഞതാ നന്ദേട്ടൻ്റെ അപ്പുവാണെന്ന്. എന്നിട്ടല്ലേ ഞാൻ വിട്ടുകളഞ്ഞത്? നന്ദേട്ടാന്നുള്ള നിൻ്റെ വിളി കേൾക്കാതെ
ഡോർ തുറന്ന് വിഷ്ണു അകത്തേക്ക് കയറി വന്നു. നന്ദൻ എഴുന്നേറ്റിരുന്നു. 2 ദിവസം കൊണ്ട് അവൻ്റെ കോലം ആകെ മാറിപ്പോയി. വിഷ്ണു അവൻ്റെ ബെഡിലിരുന്നു. ഇതെന്തൊരു വേഷമാടാ, ചങ്ക് പറിച്ചു കൊടുത്തിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കണോ? ഇനിയും സമയം വൈകിട്ടില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ പിന്നെ എന്തിനാടാ ഇങ്ങനെ നീറുന്ന 2 പേരും? വേണ്ടടാ, ആരെയും വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് ഞങ്ങൾക്കൊന്നും നേടണ്ട. സ്വയം ഉരുകി മെഴുകുതിരിയായി അതിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്കല്ലേ. അതുപോലെ ഞാനും എൻ്റെ പെണ്ണും. പക്ഷേ എൻ്റെ അപ്പു, അവളിപ്പോൾ ചങ്ക് പൊട്ടി കരയുന്നുണ്ടാവും. എനിക്കത് കാണാം. അവളുടെ കണ്ണുനീർ എൻ്റെ നെഞ്ചിൽ പൊള്ളിക്കുന്നു. വിഷ്ണു മറുപടി ഒന്നും പറഞ്ഞില്ല. രാജേട്ടാ, നാളെ നമ്മൾ ചെല്ലുന്ന വിവരം അവരെ വിളിച്ചറിയിച്ചല്ലോ അല്ലേ? പ്രഭ ആവേശത്തോടെ ചോദിച്ചു. അറിയിച്ചടോ, താൻ ഇങ്ങനെ എക്സൈറ്റഡ് ആവല്ലേ. അവിടെ എല്ലാം ഓക്കെയാണ്. ഞാൻ രഘുവിനോട് പ്രത്യേകം പറഞ്ഞു എൻഗേജ്മെൻറ്റ് വേണ്ട, വിവാഹം നേരത്തെ നടത്താമെന്ന്. അവർക്കതിൽ ഇഷ്ടക്കേട് എന്തെങ്കിലും? പ്രഭ പകുതിയിൽ നിർത്തി. ഒന്നുമില്ലടോ, അവർക്ക് സന്തോഷമാണ്. ദേവനും രാജിക്കും ലീവ് കിട്ടില്ലേ രാജേട്ടാ? കുഞ്ഞിനെയും അവനെയും ഒക്കെ കണ്ടിട്ട് എത്ര നാളായി. ദേവപ്രഭ പരാതി എന്നവണ്ണം രാജനോട് പറഞ്ഞു. നിശ്ചയമൊന്നുമല്ലല്ലോ പ്രഭേ, പെണ്ണ് കാണലല്ലേ. വിവാഹത്തിന് ലീവ് എടുത്ത് വരും. പെട്ടെന്ന് അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് വരാൻ പറ്റുമോ? അടുത്തെങ്ങാനുമാണോ? അതുകൊണ്ട് വെറുതെ നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. അല്ലെങ്കിൽ രാജേട്ടൻ എപ്പോഴും ബിസിനസ് എന്ന വിചാരമല്ലേ ഉള്ളൂ. താൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അവനെ വിളിച്ചിരുന്നു. അവനെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദത്തൻ്റെ കാര്യത്തിൽ അവൻ വരാതിരിക്കുമോ? ദേവദത്ത് ഓഫീസിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വന്നത്. ഇന്നെന്താ അമ്മയുടെ ദത്തൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷം? പ്രഭ കളിയാക്കുന്ന രീതിയിലാണ് അത് ചോദിച്ചത്. അമ്മയ്ക്കറിയില്ലേ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം? അറിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല. അവൻ പ്രഭയുടെ കവിളിലൊന്നു നുള്ളി മുറിയിലേക്ക് പോയി. മാർജിൻ ഫ്രീയിൽ നിന്നും വന്ന പാടെ രഘു അപ്പുവിനെ അന്വേഷിച്ചു. 1-2 തവണ രാധയോട് അവളെക്കുറിച്ച് ചോദിച്ചിട്ടും പ്രതികരണമൊന്നുമില്ലാതെ രഘു അപ്പുവിൻ്റെ മുറിയിലേക്ക് പോയി. രഘു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അപ്പു മേശമേൽ തലചേർത്ത് കിടക്കുന്നു. കാൽപ്പെരുമാറ്റം കേട്ട് അപ്പു തലയുയർത്തി നോക്കി. അച്ഛനെ കണ്ടതും അവൾ കസേരയിൽ നിന്നും വേഗം എഴുന്നേറ്റ് നിന്നു. അപ്പുവിൻ്റെ കോലം കണ്ടപ്പോൾ രഘുവിന് വേദന തോന്നി. പക്ഷേ എങ്കിലും അത് മറച്ചുകൊണ്ട് അയാൾ അവളുടെ മുന്നിൽ നിന്നും. അലസമായി പാറിപ്പറക്കുന്ന തലമുടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ അയാളുടെ നെഞ്ചു പിടഞ്ഞുപോയി. ഇതെന്തൊരു വേഷമാണപ്പൂ? നീ ആരെ തോൽപ്പിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പു മുഖമുയർത്തി അച്ഛനെ നോക്കി. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല അച്ഛാ, അപ്പു സ്വയം തോൽക്കുകയാണ്. നാളെ നിന്നെ കാണുന്നതിന് വേണ്ടി രാജശേഖരൻ സാറും കുടുംബവും ഇവിടെ വരും. അവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനാണോ നിന്റെ തീരുമാനം? നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ വാശിയോടെ തൂത്തുവിട്ടു. ഒരിക്കലുമില്ല. അച്ഛനെ ഞാൻ എന്തിനാ നാണം കെടുത്തുന്നത്? അച്ഛൻ ഇപ്പോൾ വിജയിച്ച് നിൽക്കുകയാണ് സ്വന്തം മകളുടെ മുന്നിൽ. അപ്പുവിനെ എല്ലാവരും കൂടി തോൽപ്പിച്ചു കളഞ്ഞു സ്നേഹം കൊണ്ട്. എല്ലാവരും അപ്പുവിനെ തോൽപ്പിച്ചു. ഞാൻ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ച എൻ്റെ മാഷ് പോലും എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും. അപ്പുവിന് ഒരു കാര്യത്തിലും എതിർപ്പില്ല. എൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ട് ഒന്നിനും എൻ്റെ മുന്നിലേക്ക് വരാതിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങൾക്കും എനിക്ക് സമ്മതമാണ്. അത്രയും കരുണയെങ്കിലും എന്നോട് കാണിക്കണം. എൻ്റെ മാഷ് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കൂടെ ഞാൻ ഇറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് മാഷിന് അപ്പുവിനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പു ക്രമാതീതമായി ഉയർന്നു വന്ന നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാൻ പാടുപെട്ട് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. വലത് കൈ ഉയർത്തി അവളുടെ നെഞ്ചിൽ വെച്ചു. വേദനിക്കുന്നുണ്ട് അച്ഛാ, ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള ഇട അപ്പു വരുത്തി വയ്ക്കില്ല. ആർക്കും ശല്യമാകാതെ ഞാനിവിടെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ബെഡിലേക്ക് വീണു. മകളുടെ മുന്നിൽ നിന്ന് ഉരുകി ഒലിക്കുന്നത് പോലെ തോന്നി രഘുവിന്. ഒന്നും മിണ്ടാതെ അയാൾ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അനീഷും രാധയും എല്ലാം കേട്ടുകൊണ്ട് പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളെ കൊന്നു കളഞ്ഞേക്ക് അച്ഛാ, എൻ്റെ അപ്പുവിനെ കൊന്നു കളഞ്ഞേക്ക്. അനീഷ് കണ്ണും തുടച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. രാവിലെ അമ്മാവനും അമ്മായിയും സുജിത്തും സുമിയും ഒക്കെ എത്തി. സുമി വന്ന പാടെ അപ്പുവിൻ്റെ മുറിയിലേക്കാണ് ചെന്നത്. കട്ടിലിൽ മുട്ടുകൾക്കിടയിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന രൂപത്തെ കണ്ടപ്പോൾ സുമിയുടെ നെഞ്ച് പിടഞ്ഞു പോയി. അവൾ ഓടി അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പുക്കിളി, ഇതെന്തൊരു കോലമാടി പെണ്ണെ. സുമിക്ക് അപ്പുവിനെ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളെ കെട്ടിപ്പിടിച്ച് സുമി പൊട്ടിക്കരഞ്ഞു.
ആരോടോ ഉള്ള വാശി തീർക്കും പോലെ അപ്പു കല്ലുപോലെ ഇരുന്നു. എൻ്റെ മോളെ, നിനക്കെങ്ങനെ കഴിയുന്നടി? അപ്പോഴേക്കും സുജിത്തും അനീഷും മുറിയിലേക്ക് കയറി വന്നു. അപ്പുവിൻ്റെ ആ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട് സുജിത്ത് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പുവിൻ്റെ തലയിൽ പതിയെ തലോടി. നിനക്കെങ്കിലും അമ്മാവനെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലേ അനീഷ്? അവളുടെ സന്തോഷത്തേക്കാൾ വലുതാണോടാ മറ്റെന്തും? ഈ ഇരിപ്പ് കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കുന്നില്ല. അവൻ വേഗം മുറിയിൽ നിന്നിറങ്ങി. പിന്നാലെ തന്നെ അനീഷും. രാധ മുറിയിലേക്ക് കയറി വന്നു. കയ്യിലിരുന്ന പാക്കറ്റ് സുമിയെ ഏൽപ്പിച്ചു. അവളൊന്ന് ഫ്രഷായി വരുമ്പോഴേക്കും മോൾ അവളെ ഇതൊക്കെ ഒന്ന് അണിയിക്കണം. ആ പാക്കറ്റും പിടിച്ച് സുമി അപ്പുവിനെ നോക്കി. അപ്പു എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ഷവറിൽ നിന്ന് വെള്ളത്തുള്ളികൾ ശരീരത്തിലേക്ക് വീഴുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. അവളുടെ സങ്കടങ്ങൾ മുഴുവനും അവൾ ഒഴുക്കിക്കളഞ്ഞു. ആരുടെ മുന്നിലും കരയില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തു. കുളിമുറിയിൽ നിന്നും ഇറങ്ങി വരുന്നവളെ സുമി പിടിച്ച് നിലക്കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുചെന്നിരുത്തി. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകളിൽ നോക്കുമ്പോൾ സുമിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഉടുത്തിരുന്ന സാരിത്തുമ്പിൽ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. അമ്മായി കൊണ്ടുവന്ന് വെച്ച സെറ്റുമുണ്ട് അവളെ ഉടുപ്പിച്ചു. മുഖത്തൽപ്പം പൗഡറിട്ട് കണ്ണുകൾ നീട്ടി വരച്ചു. നെറ്റിയിൽ കുഞ്ഞു പൊട്ടും ചന്ദനക്കുറിയും. മുടി നന്നായി തുവർത്തി 2 സൈഡിൽ നിന്നും കുറച്ചെടുത്ത് ക്ലിപ്പ് ചെയ്തു. മുല്ലപ്പൂമാല മുടിയിൽ അണിയിച്ചു. അമ്മയുടെ പെട്ടിയിൽ നിന്നും കാശിൻ്റെ ഒരു നെക്ലസ് എടുത്ത് കഴുത്തിൽ പറ്റിച്ചിട്ടു. ഇറക്കത്തിലുള്ള ഒരു മുല്ലമൊട്ടുമാല എടുത്ത് അതിന് താഴെയായി 2 കാപ്പ് വളകളെടുത്ത് 2 കൈകളിലും അണിയിച്ചു. സുമി ചെയ്യുന്നതൊക്കെ നോക്കി ഒരു പ്രതിമയെപ്പോലെ അപ്പു ഇരുന്നു. അവളുടെ ആ ഭാവം കാണും തോറും സുമിയുടെ നെഞ്ച് പിടഞ്ഞു വന്നു. നിനക്കൊന്ന് കരഞ്ഞുകൂടെ അപ്പു? എനിക്കിത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പുവിനെ കസേരയിലിരുത്തി അവൾ വായും പൊത്തിക്കൊണ്ട് പുറത്തേക്ക് ഓടി. പുന്നാമ്പുറത്തിറങ്ങി ഓരത്ത് മാറി നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ഏകദേശം 11 മണിയോടുകൂടി ഒരു കാർ മുറ്റത്ത് വന്ന് നിന്നു. രഘുവും സോമനും സന്തോഷത്തോടു കൂടിയാണ് അതിഥികളെ വരവേറ്റത്. ദേവദത്ത് ഇറങ്ങിയ ഉടനെ തന്നെ വീൽചെയർ പുറത്തെടുത്ത് അമ്മയെ അതിലെടുത്തിരുത്തി. മെറൂൺ കളർ ഷർട്ടും അതിന് മാച്ചായ മുണ്ടുമായിരുന്നു ദേവദത്തിൻ്റെ വേഷം. രാജശേഖരൻ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെയായിരുന്നു വന്നത്. അതിഥികൾ അകത്തേക്ക് കയറിയിരുന്നതും അമ്മായിയും രാധയും അടുത്തു വന്ന് നിന്നു. എന്നാൽ ദേവപ്രഭയുടെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരുന്നത് അപ്പുവിനെ ആയിരുന്നു. അത് മനസ്സിലാക്കിയ രാധ അപ്പുവിനെ വിളിക്കാനായി മുറിയിലേക്ക് പോയി. രാധ കിച്ചണിൽ നിന്നും ഒരു ട്രേയിൽ ചായയുമായി എത്തി. അതവർ അപ്പുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോയതും സുമി കയ്യിലേക്ക് വാങ്ങി. അമ്മായി അപ്പുവിനെയും കൊണ്ട് മുന്നിൽ പൊക്കോളൂ, ഞാൻ ഇതുമായി വന്നോളാം. രാധ അപ്പുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട്. അവളുടെ കൈകളിൽ തണുപ്പ് ബാധിച്ചിരിക്കുന്നു. സെറ്റുമുണ്ടെടുത്ത് അണിഞ്ഞൊരുങ്ങി വരുന്ന അപ്പുവിൽ തന്നെയായിരുന്നു ദേവദത്തിൻ്റെ കണ്ണുകൾ. ദേവപ്രഭയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. അത്രമാത്രം ഐശ്വര്യമുണ്ടായിരുന്നു അവളെ ആ വേഷത്തിൽ കാണാൻ. പിന്നാലെ വന്ന സുമി എല്ലാവർക്കും ചായ നൽകി. ദേവപ്രഭ അപ്പുവിനെ അവരുടെ അടുത്തായി പിടിച്ചിരുത്തി. എന്തു പറ്റി? മോളുടെ മുഖമാകെ വാടിയിരിക്കുന്നല്ലോ. അന്ന് എൻഗേജ്മെൻറ്റിന് കണ്ട ഉത്സാഹമൊന്നുമില്ല. സുഖമില്ലേ മോൾക്ക്? 2-3 ദിവസമായി മോൾക്ക് പനിയാണ്. അതിൻ്റെ ക്ഷീണവും അവശതയും അവൾക്ക് നല്ലവണ്ണമുണ്ട്. രാധ പെട്ടെന്നത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സമാധാനം തളം കെട്ടി. ദത്ത, നിനക്ക് എന്തെങ്കിലും മോളോട് പ്രത്യേകിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. രാജശേഖരൻ ദേവദത്തിനെ നോക്കി പറഞ്ഞു. ദേവദത്ത് അപ്പുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അവൾ വേഗം മുഖം കുനിച്ചു കളഞ്ഞു. തുടരും രുദ്രപ്രിയ. എൻ്റെ ചാനൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ കൂടി ചെയ്യണേ.